നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 6. അങ്ങനെ ഈ ഒരു വീക്കെൻഡ് ഒത്തിരിയേറെ മാസങ്ങൾക്ക് ശേഷം വളരെ സമാധാനപൂർണമായിരുന്നു മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനെ സംബന്ധിച്ചിടത്തോളം. ഇതുവരെയും ഗ്ലോബലി കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് തന്നെ പോയിക്കൊണ്ടുമിരിക്കുന്നു. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ എസ്പെഷ്യലി ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും ഈ വീക്കെൻഡിൽ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ Q1 ബിസിനസ് അപ്ഡേറ്റിന്റെ റിലീസ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ബാങ്കിംഗ് മേഖലയിൽ നിന്നും ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ HDFC ബാങ്ക്, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, യെസ് ബാങ്ക് തുടങ്ങിയവയുടെ Q1 ബിസിനസ് അപ്ഡേറ്റുകൾ ഇന്നലത്തെ മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലെ സ്റ്റോക്കിംഗ് ന്യൂസിൽ നമ്മൾ പങ്കുവച്ചിരുന്നു. കൂടാതെ ഇന്ന് ഇൻഡസ്ഇൻഡ് ബാങ്ക്, ബന്ധൻ ബാങ്ക്, RBL ബാങ്ക് തുടങ്ങിയ പ്രധാനപ്പെട്ട ബാങ്കുകളുടെ Q1 ബിസിനസ് അപ്ഡേറ്റ് ഇന്ന് സ്റ്റോക്കിംഗ് ന്യൂസിൽ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം. ആയതിനാൽ തന്നെ ഇന്ന് ഇന്ത്യൻ ബാങ്കിംഗ് മേഖല ഒരുപക്ഷെ ശ്രദ്ധ ആകർഷിച്ചേക്കാം. പ്രധാനപ്പെട്ട ബാങ്കുകൾ അവയുടെ Q1 ബിസിനസ് അപ്ഡേറ്റുകൾ റിലീസ് ചെയ്തതിനാൽ തന്നെ ഇതിനു പുറമെ ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ, IDBI ബാങ്ക്, സൂര്യോദയ സ്മോൾ ഫൈനാൻസ്, FNC ഇ കൊമേഴ്സ് വെഞ്ചേഴ്സ് അഥവാ നൈക്ക, സെൻകോ ഗോൾഡ്, L&T ഫൈനാൻസ്, വേദാന്ത ഓയിൽ, AWL അഗ്രി ബിസിനസ്, ദാബർ, ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ് തുടങ്ങിയ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ അവയുടെ Q1 ബിസിനസ് അപ്ഡേറ്റുകൾ ഈ വീക്കെൻഡിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ ഇന്ന് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും മാർക്കറ്റിൽ. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് 24,400 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് തുടർന്ന് 24,500, 24,600 എന്നീ ലെവലുകൾ അതിശക്തമായി മറികടക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ തുടർന്ന് മുന്നോട്ടൊരു പ്രയാണം നിഫ്റ്റിക്ക് സാധ്യമാവുകയുമുള്ളൂ. ഇനി അതേസമയം ഈ ലെവലുകൾ നിഫ്റ്റിക്ക് മറികടക്കാനാവുന്നില്ലെങ്കിൽ കൺസോളിഡേഷനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവുകയില്ല. അങ്ങനെ കൺസോളിഡേഷൻ സംഭവിക്കുകയാണെങ്കിൽ 24,200 തുടർന്ന് 24,100 എന്നീ ലെവലുകൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആണെങ്കിലും 24,000 എന്ന ലെവൽ കീ സപ്പോർട്ട് ലെവൽ മാത്രമല്ല, സൈക്കോളജിക്കൽ സപ്പോർട്ട് ഏരിയ കൂടി തന്നെയാണ്. ആയതിനാൽ തന്നെ ഈ ലെവൽ ഇന്ന് നിഫ്റ്റിക്ക് ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും വർദ്ധിച്ചേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റിൽ ആകെ US നിന്നും ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 ജൂൺ മാസത്തെ ISM സർവീസ് PMI ഡാറ്റയുടെ റിലീസ് മാത്രമേ ഉള്ളൂ. വെള്ളിയാഴ്ചയും ഇന്ത്യൻ മാർക്കറ്റിന് തുടരുവാനായ നേട്ടത്തിന്റെ ഫലമായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ അഥവാ ഈ കലണ്ടർ മാസത്തില് തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനിലും നേട്ടം തുടരുവാനുമായി, മാത്രമല്ല കഴിഞ്ഞ ആഴ്ചയിൽ കൂടാതെ ഈ കലണ്ടർ മാസത്തിലെ പോസ്റ്റ് ബൈയിങ് ആണ് വെള്ളിയാഴ്ച വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും 1,355.33 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലേക്ക് വരികയും ചെയ്തത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ വെള്ളിയാഴ്ച 1,953.89 കോടി രൂപയ്ക്ക് സെല്ലിംഗ് ആണ് നടത്തുകയും ചെയ്തത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ച് വെള്ളിയാഴ്ച US മാർക്കറ്റുകൾക്ക് അവധിയായിരുന്നു. ഇന്നത്തോടുകൂടിയേ ലോങ് വീക്കെൻഡിന് ശേഷമുള്ള US മാർക്കറ്റിന്റെ വ്യാപാരം പുനരാരംഭിക്കുകയുമുള്ളൂ. ഇന്ന് രാവിലെ വീണ്ടും വ്യാപാരം പുനരാരംഭിച്ച US ഡോ ജോൺസ് ഫ്യൂച്ചർ ഫ്ലാറ്റ് ആയിട്ട് 25 പോയിന്റുകളുടെ പോസിറ്റീവ്നെസ്സോടുകൂടി ട്രേഡിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.5%, ഫ്രാൻസ് മാർക്കറ്റിന് 0.4%, ജർമ്മൻ മാർക്കറ്റിന് 0.25% നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായിരുന്നു. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഇന്ന് ജപ്പാൻ മാർക്കറ്റ് 0.5% നഷ്ടത്തോടുകൂടിയിട്ടാണ് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ ഇന്നലെ മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിൽ കണ്ട പോലെ തന്നെ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം എണ്ണയുടെ വിലയിൽ നേരിയ ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിലും ഇന്ന് വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 0.6% അഥവാ $0.3 ഇടിവാണ് അനുഭവപ്പെടുന്നതും ബ്രെന്റ് ക്രൂഡിന്റെ വില $71.67 ക്രൂഡ് ഓയിലിന്റെ വില $68.35 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വിലയിൽ 0.5% ഉയർച്ച അനുഭവപ്പെടുന്നുണ്ട്. $480.81 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് നിഫ്റ്റിയുടെ
ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. PCR 1 എന്ന നിലയിൽ ബുള്ളിഷായിട്ട് തന്നെ നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 24,200 എന്ന ലെവലിലും. വെള്ളിയാഴ്ച കൈവരിക്കുവാൻ സാധിച്ച നേട്ടത്തെ തുടർന്ന് നിഫ്റ്റിക്ക് വീണ്ടും അതിന്റെ ലോങ് ടൈം മൂവിംഗ് ആവറേജ് ആയ 100-day EMA ഗ്രിപ്പ് ഒരാഴ്ചയ്ക്ക് ശേഷം തിരിച്ചു പിടിക്കുവാനുമായി തൽഫലമായി നിലവിൽ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളായ 10-20 ഡേയുടെയും മിഡ് ടൈം മൂവിംഗ് ആവറേജ് ആയ 50-day EMA-യുടെയും 100-day EMA-യുടെ മുകളിലായിട്ട് തന്നെ ട്രേഡിംഗ് അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി മാത്രമല്ല RSI-ലും ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 60.95 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,300 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. എന്നാൽ അതേസമയം 24,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,300 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. GK എനർജി മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിൽ നിന്ന് 235.92 കോടി രൂപയുടെ കരാർ ലഭിച്ചു. ശക്തി പമ്പ്സ് ഇന്ത്യ മഹാരാഷ്ട്രയിലെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിൽ നിന്ന് 353.89 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. പ്രസ്റ്റേജ് എസ്റ്റേറ്റ്സ് പ്രോജക്ട്സ് അഡ്വൻ കൺവെൻഷൻ ആൻഡ് ഹോട്ടൽസ് ഇന്റർനാഷണലിൽ 50% വരുന്ന ഓഹരികൾ സ്വന്തമാക്കുന്നതിനായിട്ട് കമ്പനി ഒരു നിക്ഷേപ കരാറിൽ ഏർപ്പെട്ടു. ഇന്നോവിഷൻ സിരോഹി ബഹാലി ഫീ പ്ലാസയിലെ ഉപഭോക്തൃ ഫീസ് പിരിവ് ഏജൻസിയായി പ്രവർത്തിക്കുന്നതിനായിട്ട് NHAIൽ നിന്ന് 102.27 കോടി രൂപയുടെ കരാർ കമ്പനിക്ക് ലഭിച്ചു. NBCC ഇന്ത്യ നവോദയ വിദ്യാലയ സമിതിയിൽ നിന്നും ഒഡീഷ സർക്കാരിൽ നിന്നുമായിട്ട് 132.28 കോടി രൂപയുടെ കരാർ 3 ഓർഡറുകളിൽ നിന്നായിട്ട് കമ്പനിക്ക് ലഭിച്ചു. ഫോർട്ടീസ് ഹെൽത്ത് കെയർ ഒഡീഷയിലെ കട്ടക്കിൽ 300 ബെഡുകളുള്ള പുതുതായി നിർമ്മിക്കപ്പെട്ട മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ഓപ്പറേഷനും മെയിന്റനൻസിനുമായിട്ടുള്ള കരാറിൽ കമ്പനി ഡിയോൺ ഗ്രൂപ്പുമായിട്ട് ഒപ്പുവെച്ചു. മണപ്പുറം ഫൈനാൻസ് 2026 ഡിസംബർ 31 പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായ ശ്രീ ദീപക് റെഡ്ഡി സ്ഥാനം രാജിവെച്ചു. എൻവീരോ ഇൻഫ്ര എഞ്ചിനീയേഴ്സ് 45 MLD 60 MLD ശേഷിയുള്ള മലിനജല സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനായി ഉത്തർപ്രദേശ് ജൽ നിഗമിൽ നിന്ന് 126.78 കോടി രൂപയുടെയും 130.14 കോടി രൂപയുടെയും മൂല്യമുള്ള 2 കരാറുകൾ കമ്പനിക്ക് ലഭിച്ചു. ഇൻഡുസിൻ ബാങ്ക് പറയാൻ പോകുന്ന ബിസിനസ് അപ്ഡേറ്റുകളൊക്കെ Q1 ബേസ്ഡ് ആണ്. ഇയർ ഓൺ ഇയർ ബേസിസിൽ ബാങ്കിന്റെ നെറ്റ് അഡ്വാൻസസിൽ 2.3% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ ഡിപ്പോസിറ്റ്സിൽ 4.5% വർധനവും രേഖപ്പെടുത്തി. കരൂർ വസ്യ ബാങ്ക് ടോട്ടൽ ബിസിനസ്സിൽ 15.94% വർധനവും അഡ്വാൻസസിൽ 17.12%, ടോട്ടൽ ഡിപ്പോസിറ്റ്സിൽ 14.94% ഉയർച്ചയും രേഖപ്പെടുത്തി. ബന്ധൻ ബാങ്ക് ലോൺസിലും അഡ്വാൻസിലും 16.4%, ടോട്ടൽ ഡിപ്പോസിറ്റ്സിൽ 6.6% വർധനവ് രേഖപ്പെടുത്തി. RBL ബാങ്ക് ടോട്ടൽ ഡിപ്പോസിറ്റ്സിൽ 11%, ഗ്രോസ് അഡ്വാൻസസിൽ 21% വർധനവും രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.